യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ബിന്യാമീൻ എന്ന സ്വന്തം സഹോദരന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. മറ്റ് 10 സഹോദരന്മാരും തിരിച്ചറിഞ്ഞില്ല. ഇനി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ ബിന്യാമീൻ എന്ന സഹോദരനെ പിടിച്ചു നിർത്താൻ ചില നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറി. ബിന്യാമീൻ എന്നവർ രാജതടങ്കലിലായി. മറ്റുള്ളവർ ദുഃഖത്തോടെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവിൻ്റെ മുന്നിലെത്തി. കൊട്ടാരത്തിൽ നടന്ന സംഭവവികാസങ്ങൾ പിതാവിനോടവർ പറഞ്ഞു. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫസബുറുൻ ജമീൽ, ഞാൻ നന്നായി ക്ഷമ കൈക്കൊള്ളുകയാണ്. അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ, അവരെ എല്ലാവരെയും അള്ളാഹു എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നേക്കാവുന്നതാണ്. അപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ യൂസുഫ് എന്ന പൊന്നോമന പുത്രനെയും തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാവുകയാണ്. അതിനെ തുടർന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖാല ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹി വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഇവിടെ വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ എന്ന പരാമർശം കാണാം. നിങ്ങളറിയാത്ത ചിലത് അള്ളാഹുവിങ്കിൽ നിന്നും ഞാൻ അറിയുന്നുണ്ട്.